ഈ കണ്ണാണ് എനിക്കിഷ്ടമായത്. ബ്യൂട്ടിഫുൾ ഐസ്, ഒരു പേടമാൻ്റെ മിഴി പോലെ. വർണ്ണിക്കാൻ വാക്കുകളേ കിട്ടുന്നില്ല. വാക്കുകൾ ഞാൻ പറഞ്ഞതോ മതിയോ? അമ്മോ, അമ്മോ, അന്ന് എന്റെ കൂട്ടുകാർ പറഞ്ഞതാ ഈ കോഴിയുടെ പുറകെ പോവല്ലേ പോവല്ലേന്ന്. അപ്പൊ ഞാൻ കേട്ടില്ല. വേണം, എനിക്കിത് തന്നെ വേണം. മോളെ നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ചേട്ടൻ ചുമ്മാ ഒരു തമാശക്ക്. ഇതാണോ തമാശ? കണ്ണി കണ്ട പെണ്ണുങ്ങളത് കിന്നരിച്ചോണ്ടിരിക്കുന്നതാണോ തമാശ? അയ്യോ, അത് കണ്ണി കണ്ട പെണ്ണുങ്ങളൊന്നും അല്ല, പിന്നെ ഇപ്പൊ കണ്ട പെണ്ണുങ്ങളാ. ഇത് ഞാൻ തന്നാറുണ്ടല്ലോ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു എൻ്റെ ദൈവം എനിക്ക്. എൻ്റെ ചേട്ടനെ കാണിച്ച കാര്യങ്ങളൊക്കെ സംസാരിക്കണം, നമ്മളെ കല്യാണം നടത്തണം, വല്ല മലേഷ്യക്കോ സിംഗപ്പൂരോ പട്ടായയിലോ ഒക്കെ പോയി ഹണിമൂൺ ആഘോഷിക്കണം, പിന്നെ 5-6 പിള്ളേർ വേണം, പിന്നെ നിന്നെ കൊണ്ട് വീട്ടിലെ ജോലിയും അടുക്കള ജോലിയും പുറത്തെ ജോലിയും ഒക്കെ ചെയ്യിക്കണം. നിനക്ക് ഉത്തമയായ ഒരു ഭാര്യ ആയിരിക്കണം. ഒടുക്കം വയസ്സാകുമ്പോൾ നിന്നെക്കാളും മുമ്പേ ഞാൻ തട്ടിപ്പോവല്ലേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. എല്ലാം നശിപ്പിച്ചിട്ടാ കാലാ നീ. വിഷ്ണു, ആ, നീ എന്താ ഈ വായം വിളിച്ചു നിൽക്കുന്നേ? ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ നീ? കേൾക്കുന്നുണ്ട്, നന്നായിട്ട് കേൾക്കുന്നുണ്ട്. കേട്ടതിന്റെ ഷോക്കിൽ നിന്ന് പോയതാ. എന്നാ നീ അവിടെ കേട്ടോണ്ട് നിന്നോ, ഞാൻ പോവാ. എന്നേക്കുമായിട്ട് പോവാ. ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. മോളെ, നിന്റെ ഈ വിച്ചേട്ടനെ ഉപേക്ഷിച്ച് പോകാൻ നിന്നെ കൊണ്ട് പറ്റുമോ മോളെ? അത്രയ്ക്കേ ഉള്ളോ നിനക്ക് നിന്റെ വിച്ചേട്ടൻ? ഇനി അതല്ല, നിന്നെ കൊണ്ട് വിച്ചേട്ടനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുമെങ്കിൽ നീ പൊക്കോ, ഞാനായിട്ട് നിന്നെ തടയില്ല. പക്ഷെ ഒന്ന് നീ ഓർക്കണം, നീ പോകുമ്പോൾ ദേ എൻ്റെ ഈ ജീവനം കൊണ്ടാണ് പോകുന്നതെന്ന്. നീ ഇല്ലാതെ നിന്റെ വിച്ചേട്ടന് ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ലെന്ന്. ഇതെല്ലാം മറന്ന് നിനക്ക് പോകാൻ പറ്റുമെങ്കിൽ നീ പൊക്കോ, പൊക്കോ. വിച്ചേട്ടാ, അമ്മോ, സോറി വിച്ചേട്ടാ, ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഞാൻ പോയ എൻ്റെ വിച്ചേട്ടനെ സഹിക്കാൻ പറ്റില്ലെന്ന് ഓർക്കണമായിരുന്നു. എന്നെ ക്ഷമിക്കുക വിച്ചേട്ടാ, എന്നെ അങ്ങനെ പറയില്ല വിച്ചേട്ടാ. ഏക്കുന്നുണ്ട്. ആ, സാരമില്ല മോളെ, 5-6 അബദ്ധമൊക്കെ ഏത് പോലീസുകാരനും പറ്റും. എൻ്റെ മോളെ വിഷമിക്കാതെ. സോറി. ആ, അതൊക്കെ പോട്ടെ. നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞു? അത് നമ്മുടെ കാര്യം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു. ചേട്ടനും നിന്നെ കണ്ടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു, അതാ വരാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ? നീ രാവിലെ വിളിച്ച് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്തോ സീരിയസ് കാര്യമാണ്. ഇതൊക്കെ സില്ലി മാറ്റേഴ്സ്. അല്ല, ചേട്ടൻ നിന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു ടെൻഷൻ. അയ്യേ, എൻ്റെ അമ്മക്കുട്ടി ഇങ്ങനെ ടെൻഷൻ ആവില്ലേ? ഇതൊക്കെ സിമ്പിളല്ലേ. കളിയനൊന്നിങ്ങോട്ട് വന്നോട്ടെ, ഞാൻ ഒടിച്ച് മടക്കി പോക്കറ്റിലാക്കും. നീ നോക്കിക്കോ. ആ, ഇത് ചേട്ടൻ വരുന്നു. ഞാൻ എവിടെയോ. എൻ്റെ ദൈവമേ, ഇയാൾ കമ്മേശ വന്നെല്ലാം മറന്നു പോയി കാണുന്നു. ഇല്ലെങ്കിൽ ഇയാളെന്നെ ഇവിടെ ചവിട്ടിക്കൂട്ടും. ഹായ് അഭിറാം. ഹായ് വിഷ്ണു. തനിക്കൊന്നും വേറെ പണിയില്ലടോ. കുറെ ദിവസമായി പുറകെ കിടക്കാൻ തുടങ്ങിയിട്ട്. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? എന്തൊരു സൗണ്ടാണ്? മനുഷ്യനെ മനസ്സമാധാനമായിട്ട് ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. ലിസ, വാട്ട്സ് എ പ്രോബ്ലം? അത് സാർ, ഇയാൾ കുറെ ദിവസമായി പുറകെ കിടന്ന് ശല്യപ്പെടുത്തുന്നു. തനിക്കറിയോ ഇയാളെ? ഇല്ല സാർ, കുറച്ച് ദിവസമായി ഇയാൾ പുറകെ കിടക്കുന്നു. പേരെന്താ, ഫോൺ നമ്പർ എന്താന്നൊക്കെ ചോദിച്ചോണ്ട്. അതിന് ഫോൺ നമ്പറല്ലേ ചോദിച്ചോളൂ, അല്ലാതെ ഹോട്ടലിലോ റൂം എടുത്താലോ ഒന്നും ചോദിച്ചില്ലല്ലോ. നമ്മളെ നേരത്തെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഒരു പരിചയം തോന്നുന്നില്ല, പക്ഷെ എനിക്ക് പരിചയം തോന്നുന്നുണ്ട്. ആണോ? ചിലപ്പോൾ തോന്നലാവും. ആയാ മതി. ചുമ്മാ ഇങ്ങനെ നോക്കിയിരിക്കാതെ അളിയൻ കൂടി. എന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം. നിങ്ങൾ തമ്മിൽ റിലേഷനായിട്ട് ഇപ്പോൾ 1 വർഷം അല്ലേ? 1.5 വർഷം. അവൾ നിൻ്റെ ഫോട്ടോ തന്നെ കാണിച്ചിരുന്നു. കണ്ടപ്പോൾ തന്നെ എനിക്ക് ആളെ മനസ്സിലായി. പിന്നെ അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എതിർത്തൊന്നും പറയാമായിരുന്നു. മോളെ അമ്മോ, നിന്നെ ഞാൻ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു. നന്ദിയുണ്ട് മോളെ, നന്ദിയുണ്ട്. പിന്നെ ഒരു കാര്യം, പഴയ പോലെ വല്ല ഉടായ്പും കാണിച്ച് നടക്കാനാണ് നിൻ്റെ ഭാവമെങ്കിൽ നിൻ്റെ കയ്യും കാലും ഞാൻ തല്ലി കൊടുക്കും. ഞാനിപ്പോൾ ഡീസൻ്റാണ്, അളിയൻ എന്നെ വിശ്വസിക്കാം. എനിക്കെന്നെ നല്ല വിശ്വാസമല്ലേ? അതുപോലെ തന്നെ അളിയനെ വിശ്വസിക്കാം. അങ്ങനെ ആയാൽ നിനക്ക് കൊള്ളാം.
ഇല്ലേ നീ എൻ്റെ കയ്യിൽ നിന്ന് കൊള്ളും. എന്തായി, എല്ലാം ഓക്കെ അല്ലേ? പിന്നെ എല്ലാം ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ വിഷ്ണുവിൻ്റെ പേരൻസായിട്ട് ഒരു ദിവസം വീട്ടിലോട്ട് വാ. ആ ഒരു ചടങ്ങുണ്ടല്ലോ, എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ആലോചിക്കാം. എന്നാൽ പിന്നെ ഞാൻ ഈ സൺഡേ അച്ഛനും അമ്മയായിട്ട് അങ്ങോട്ട് വരാം. ഓക്കെ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. വാ മോളെ. ഓ വന്നോ? ഇതെവിടെയായിരുന്നു? അമ്മ വിളിച്ചിരുന്നു, അവളുടെ ചേട്ടനെ കാണാൻ പോയതാ. ഓ അതായിരുന്നോ? ഞാൻ വിചാരിച്ചു നീ എന്നും രാവിലെ കുളിച്ചിറങ്ങി പോകുന്ന പോലെ വായി നോക്കാൻ പോയി കാണുമെന്ന്. ഞാൻ എന്താ അടങ്ങി നിക്കണേന്നറിയോ? പുറത്തിറങ്ങുമ്പോ നാട്ടുകാർ എന്നെ നോക്കി തന്തേ തല്ലി പോണു എന്ന് പറയിക്കാതിരിക്കാനാ. നമ്മുടെ നാട്ടുകാരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കേണ്ട അവസ്ഥ അച്ഛനായിട്ടും ഉണ്ടാക്കരുത്. സാഗര സംഗമം പാട്ടി കരുതണ മോനെ, കൂത്തി കോടലുമാല ഞാൻ പുറത്തെടുക്കും. ബ്ലഡി തന്തപ്പടി. അവന്റെ തന്തയായ എന്നോടാ അവന്റെ കളി. 10 ഗുണം 10 ഗുണം. അമ്മേ, എന്താടാ? എന്റെ കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് ആരാ മാറ്റിയേ? നിന്റെ പുന്നാര പെങ്ങളായിരിക്കും വേദ. അവളല്ലാതെ വേറെ ആരാ അത് ഉപയോഗിക്കുന്നേ? എന്നിട്ട് അവളെവിടെ? നിന്റെ അല്ലേ ബാക്കി. നേരം വിളിക്കെ കുളിച്ചിറങ്ങി പോയിട്ടുണ്ട്. കണ്ട ആമ്പിള്ളാർ വായി നോക്കാൻ. ദൈവമേ, ഈ 2 കാരണം നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചാവാനാ എന്റെ വിധി. എന്താ ഇവിടെ ചർച്ച?